നമുക്ക് നല്ല ടേസ്റ്റിയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി കണ്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി നല്ലതുപോലെ കഴുകിയ ശേഷം ഒരു 4 മണിക്കൂർ കുതിർത്തിട്ട് അതിലെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുള്ളതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചോറ് ഒരുപാടായി പോകരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കലത്തപ്പത്തിൻ്റെ ടെക്സ്ചർ ആകെ മാറിപ്പോകും. അപ്പോൾ ചോറ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുത്ത ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അധികം മധുരം വേണ്ട, ഒരു ലൈറ്റ് ആയിട്ടുള്ള മധുരം മതി എന്ന് തോന്നുന്നവർക്ക് 2 അച്ച് ശർക്കര എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്കിത് ഉരുക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിത് ചൂടോടുകൂടി തന്നെ ആ അരിമാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ നമ്മളിത് പെട്ടെന്ന് ഇളക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഒരുപാടായി പോകരുത്. ബേക്കിംഗ് സോഡ കൂടിപ്പോയാൽ ഒരു കേക്കിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറിലോട്ട് മാറും. അതുകൊണ്ട് ബേക്കിംഗ് സോഡ 2 നുള്ളു മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുന്നേ ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ നല്ല കട്ടിയുള്ളൊരു പാത്രമാണ് എടുക്കുന്നത്. കുക്കറിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സൗകര്യം ഇതായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കട്ടിയുള്ള പാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിനൊന്നും അളവില്ല. ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് തേങ്ങാക്കൊത്തുകളൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ കളറ് മാറിക്കഴിഞ്ഞ് വന്നാൽ നമുക്കിതൊന്ന് കോരി മാറ്റാം. എണ്ണ മാത്രം നമുക്ക് ബാക്കി വെക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് നമ്മുടെ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മാവിൻ്റെ ചൂട് പോവുകയും ചെയ്യരുത്. പെട്ടെന്ന് വേണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇങ്ങനത്തെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ മാവ് ഉണ്ടാവേണ്ടതോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ മാറ്റി വെച്ച ഉള്ളിയുടെയും തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു 1.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നീടുള്ള ഒരു 15 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണുള്ളത്. നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷാർപ്പുള്ള സാധനം കൊണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ ഒട്ടി പിടിക്കുന്നൊന്നുമില്ലെങ്കിൽ നമുക്കത് കുക്കായിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഉടനെ തന്നെ ഇത് എടുത്ത് മാറ്റാൻ ശ്രമിക്കണ്ട. ഇതിപ്പോൾ ഈ പാത്രത്തിൽ നിന്നാകുമ്പോൾ പ്രശ്നമില്ല. പക്ഷേ കുക്കറിലെല്ലാം ഉണ്ടാക്കുന്നവർ അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.